ഇന്നലെ നമ്മൾ ടാറ്റ മോട്ടോഴ്സിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് CDSL പറ്റി, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് റാൻഡം ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് പുതിയതായിട്ടുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അറിയാവുന്നവർ കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം നല്ല എൻട്രിക്കുള്ള സമയമാണെന്നൊക്കെ ചോദിച്ചാൽ അറിയാമല്ലോ, കാരണം ഇച്ചിരി മാർക്കറ്റൊക്കെ ഇച്ചിരി ഡൗൺ ആയിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ്. പക്ഷേ പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സപ്പോർട്ട് വരയ്ക്കാം. ഇതാ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. കണ്ട ഇച്ചിരി നീട്ടി വരയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ട എന്താ, റെസിസ്റ്റൻസ്. നമ്മൾ പാറ്റേൺസിനെ പറ്റിയൊക്കെ നമ്മൾ എത്ര ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കാറൊക്കെ ഉണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു. അപ്പോൾ നമുക്കിത് കാണുമ്പോഴത്തേക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് ചെറിയ രീതിയിൽ നമ്മുടെ വരുതിയിലായി. മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും ആ ഒരു ലൈൻ അങ്ങോട്ട് തന്നെ പോകുന്നു, വീണ്ടും അവിടെ തന്നെ. ഇപ്പോൾ പല വട്ടം നമുക്ക് അവിടെ റെസിസ്റ്റൻസ് എടുത്തപ്പോഴത്തേക്ക് മനസ്സിലായല്ലോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അടുത്തൊരു ഏരിയ നമുക്ക് അവിടെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിട്ട് വീണ്ടും സപ്പോർട്ടിലോട്ട് പോകുന്നു, പിന്നെ റെസിസ്റ്റൻസിലോട്ട് പോയി. പിന്നെ അത് നമുക്ക് എവിടെ ആയിരുന്നു ഒരു എൻട്രി ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. അത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം താഴെ നിന്ന് ഇഷ്ടം മുകളിലോട്ട് വരുന്നത്. ഇവിടെ നമുക്കൊരു എൻട്രി എടുക്കായിരുന്നു. ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് എവിടെ വരെ ഹോൾഡ് ചെയ്യായിരുന്നു, മുകളിലത്തെ ആ ഒരു റെസിസ്റ്റൻസ് വരെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു റിസ്ക് വെച്ചിട്ടുള്ള ആ ഒരു പോയിന്റ് വരെ നമുക്ക് വെക്കായിരുന്നു. അപ്പോൾ എത്ര പെർസെൻറ്റേജ് അവിടെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്, നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഏകദേശം ആ ഒരു 90% അല്ലെങ്കിൽ ഒരു 100% വരെ നമുക്ക് എടുക്കാവുന്ന രീതിയിൽ മൂവ്മെൻറ്റ് നമുക്കവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നല്ലൊരു സപ്പോർട്ട് ഏരിയ നിൽക്കുക. ഇപ്പോൾ ഒരു എൻട്രി എടുക്കാമെന്ന് ചോദിച്ചാൽ നല്ലൊരു കാലാവസ്ഥയല്ല, അത് നിങ്ങൾക്കും അറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊന്നെങ്കിൽ ഒരു റിവേഴ്സൽ വരണം, നല്ലൊരു പാറ്റാണ് വരണം. അങ്ങനെ ഒന്നിലധികം കൺഫർമേഷൻ വരുമ്പോഴത്തേക്ക് മാത്രം നമുക്കൊരു എൻട്രി എടുക്കാം. പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കളി മൊത്തം മാറും. ഈ ഒരു പാറ്റേൺ വാലിഡ് അല്ലാതായിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അതിന് ഓപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ചാർട്ട് എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ കയ്യിലുള്ളവരൊന്നും അധികം പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നിലവിലത്തെ സിറ്റുവേഷനിൽ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.